Welcome to the online session of Environmental Science and Disaster Management. We are discussing about the topic Forest Ecosystem. എന്താണ് എക്കോസിസ്റ്റം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ടൈപ്സാണ് പഠിക്കുന്നത്. ആ ടൈപ്സിൽ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം. കരബന്ധിതമായിട്ടുള്ള എക്കോസിസ്റ്റം, അതുപോലെ അക്വാട്ടിക് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റങ്ങളെ. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ വരുന്നതാണ് ഗ്രാസ് ലാൻഡ്, ഫോറസ്റ്റ്, ഡെസേർട്ട് ഇതെല്ലാം. അതുപോലെ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ വരുന്നതാണ് ലേക്ക്, റിവർ, പോണ്ട്, എസ്റ്റുറീസ് ആൻഡ് ഓഷ്യൻസ്. അക്വാട്ടിക് എക്കോസിസ്റ്റത്തെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫ്രഷ് വാട്ടർ ആൻഡ് സലൈൻ വാട്ടർ അല്ലെങ്കിൽ മറൈൻ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞ് ഇത് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. എന്താണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം? Forests are formed by a community of plants by which is predominantly structurally defined by its trees, shrubs and climbers and ground cover. മരങ്ങൾ മാത്രമല്ല, അതിൽ കുറ്റിച്ചെടികളുണ്ടാവും, ശ്രബ്സുകൾ, പിന്നെ അതുപോലെ മരങ്ങളും ഇത് മാത്രമല്ല, ഒരു ലാർജ് പ്ലാന്റുകളും സ്പീഷീസ് ഓഫ് പ്ലാന്റുകളും ഉണ്ടാവും. അതുപോലെ ലാർജ് സ്പീഷീസ് ഓഫ് ആനിമൽസും ഫോറസ്റ്റിൽ ഇൻക്ലൂഡിങ് ആണ്. പിന്നെ പറയുന്നത് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ എല്ലാ എക്കോസിസ്റ്റത്തിലും വരുന്നത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് എലമെൻസും കൂടെ കൂടിച്ചേർന്നതാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ അവിടുത്തെ സോയില്, വാട്ടർ, എയർ, അങ്ങനെ കുറേ മിനറൽസ്, കുറേ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തെ മൂന്നായിട്ട് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോണിഫറസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആൻഡ് ടെമ്പറേറ്റ് ഫോറസ്റ്റ്. കോണിഫറസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പൈൻ മരങ്ങളൊക്കെ ഉള്ള നല്ല തണുപ്പുള്ള രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന കോണിഫറസ്, കോൺ ഷേപ്പിലാണ് അവിടുത്തെ മരങ്ങൾ ഉണ്ടാവുക. നല്ല വിൻ്റർ സീസൺ കൂടുതൽ ഉള്ള മഞ്ഞ് കാലം കൂടുതൽ കിട്ടുന്ന, ഏകദേശം ഇയറിൽ 90% മഞ്ഞ് കിട്ടുന്ന സ്ഥലങ്ങളിലാണ് കോണിഫറസ് ഫോറസ്റ്റ് ഉണ്ടാവുക. അതുപോലെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ഈ ഉഷ്ണമേഖലാ വനങ്ങൾ എന്ന് പറയുന്നത്. ടെമ്പറേറ്റ്, മിതോഷ്ണം മേഖല. നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. കോണിഫറസ് എന്ന് പറയുന്നത് ഹിമാലയൻ റീജിയനാണ്. അവിടെ നീഡിൽ ലൈക്ക് ലീവ്സ് ആയിരിക്കും. ചെറിയ നീഡിൽ പോലത്തെ അവിടുത്തെ അതിലകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ നീഡിൽ ലൈക്ക് ഫോറസ്റ്റുകളാണ് അവിടെ ഉണ്ടാവുക. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ അതിന് എക്സാമ്പിളാണ് വെസ്റ്റേൺ ഗട്ട്സ്. അവിടെ ഭയങ്കര നല്ല വീതിയുള്ള നമ്മൾ കാണുന്ന വലിയ മരങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലപൊഴിയും വനങ്ങളാണ്. അതിന് എക്സാമ്പിളാണ് തേക്ക്. തോൺ ഫോറസ്റ്റ്, അത് ഒരു എക്സാമ്പിളാണ് സെമി ആരിഡ് മേഖലകളിൽ വരുന്നത്. മാൻഗ്രൂവ് ഫോറസ്റ്റ്, നമ്മുടെ കണ്ടൽക്കാടുകൾ, അത് ഈ അഴിമുഖങ്ങളിൽ അല്ലെങ്കിൽ റിവറിൻ്റെ ഡെൽറ്റകളിലാണ് കാണപ്പെടുന്നത്. ഇനി കോണിഫറസ് ഫോറസ്റ്റ് നമ്മൾ പറഞ്ഞ ഒരു മെയിൻ ടോപ്പിക്കാണ്, മെയിൻ ഫോറസ്റ്റാണ്, മെയിൻ ടൈപ്പാണ് കോണിഫറസ് ഫോറസ്റ്റ്. ഇവിടെ എന്താണ്? കോൾഡ് റീജിയൻ വിത്ത് ഹൈ റെയിൻഫോൾ ആൻഡ് സ്ട്രോങ്ലി സീസണൽ ക്ലൈമറ്റ് വിത്ത് ലോങ് വിൻ്റർ ആൻഡ് ഫെയർലി ഷോർട്ട് സമ്മർ. ലോങ് വിൻ്റർ ആയിരിക്കും അവിടെ ഷോർട്ട് സമ്മർ. എന്നാൽ ഇയറിൽ ഒരു 90% വിൻ്റർ സീസൺ തന്നെ ആയിരിക്കും. വളരെ കുറഞ്ഞ സമ്മറായിട്ടുണ്ടാവുള്ളൂ. ഇത് കാണപ്പെടുന്നത് നമ്മുടെ അമേരിക്ക, നോർത്ത് അമേരിക്ക, യൂറേഷ്യ, അതുപോലെ കാനഡ, സ്വീഡൻ, ഫിൻലാൻഡ്, സൈബീരിയ, ഇവിടെയൊക്കെയാണ് ഈ കോണിഫറസ് ഫോറസ്റ്റ് കാണുന്നത്. ഇവിടെ ഉള്ള മരങ്ങൾ ഏകദേശം ഒരു കോണിക്കൽ ഷേപ്പിൽ, പൈൻ മരങ്ങളുടെയൊക്കെ സ്ട്രക്ചറിൽ, അതിൽ മഞ്ഞ് വന്ന് വീഴുമ്പോൾ ആ മഞ്ഞ് കട്ടകൾ കാരണം ആ മരങ്ങളുടെ ട്രീസ് പൊട്ടിപ്പോവാതെ അത് താഴേക്ക് ഒഴുകി അല്ലെങ്കിൽ അത് ഊർന്നിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷേപ്പാണ് അവിടെയുള്ള മരങ്ങൾ. അങ്ങനെയാണ് ഈ പേര് കോണിഫറസ് ഫോറസ്റ്റ് എന്ന പേര് വന്നിട്ടുള്ളത്. ഇനി ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്. ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് ഒരു ടെമ്പറേറ്റ് ക്ലൈമറ്റ്. അവിടെ ഒരു
മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന് പറയാം. കാരണം മഴയുണ്ടാവും, അതുപോലെ ടെമ്പറേച്ചർ ഉണ്ടാവും, അത്യാവശ്യം ടെമ്പറേച്ചർ ഉണ്ടാവും, നല്ല തണുപ്പല്ല, നല്ല ചൂടുമല്ല, അങ്ങനത്തെ ഒരു ഏരിയയാണ് ടെമ്പറേറ്റ് ഡെസിഡ്യൂസ്. പക്ഷേ ഡെസിഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഇല പൊഴിയും എന്നുള്ളതാണ്. കാരണം ഒരു സീസൺ ആവുന്ന സമയത്ത്, ഓട്ടം സീസൺ വരുന്ന സമയത്ത് മരങ്ങളിലുള്ള എല്ലാ ഇലകളും പൊഴിയും. ഇതാണ് ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ഇനി ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്. എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നിത്യഹരിതവനങ്ങൾ. അവിടെ എപ്പോഴും നല്ല പച്ചപ്പുണ്ടാവും. അവിടുത്തെ കുറേ കുറ്റിച്ചെടികളുണ്ടാവും. അതുകൊണ്ട് വലിയ മരങ്ങൾ മാത്രമല്ല, കുറേ കുറ്റിച്ചെടികളുണ്ടാവും. ആ കുറ്റിച്ചെടികളുടെ ഹൈറ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന കുറേ എവർഗ്രീൻ, എപ്പോഴും പച്ചപ്പുള്ള അവിടെ കാണുന്ന ആനിമൽസിൻ്റെ ഒക്കെ പേര് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇനി നമുക്ക് ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ്, അങ്ങനെ മഴക്കാടുകൾ, ടെമ്പറേറ്റ് ആയിട്ടുള്ള മഴക്കാട്. ഇവിടെ എന്തായിരിക്കും, റെയിൻഫോള് ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് ബട്ട് ഫോഗ് മേ ബി വെരി ഹെവി വിച്ച് മേ ആക്ച്വലി റെപ്രസെൻറ്റ് എ മോർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ ദാൻ റെയിൻഫോൾ ഇറ്റ് സെൽഫ്. കാരണം മഴയേക്കാളും കൂടുതൽ മഞ്ഞും അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഫോഗ്, ഈ ഫോഗ് മിസ്റ്റ് ഇതെല്ലാം ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ടാണ്, കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെള്ളമായിട്ടാണ് വരിക. പ്രസിപ്പിറ്റേഷൻ എന്നാണ് നമ്മളെ ഈ എല്ലാ ഇതിനും കൂടെ, മഴയും എല്ലാത്തിനും കൂടെ പറയുക പ്രസിപ്പിറ്റേഷൻ എന്നാണ്. ഇനി നമുക്ക് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ ഇനി ഇത് തന്നെ സബ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, അങ്ങനെ കുറേ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ ഇതിലും ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അവിടുത്തെ പ്രസിപ്പിറ്റേഷൻ, പിന്നെ മഴയുടെ അളവ്, ഇതെല്ലാം കൂടിയിട്ടാണ്. പിന്നെ അവിടുത്തെ സമ്മർ സീസണിൻ്റെ ഡ്യൂറേഷൻ, അല്ലെങ്കിൽ വിൻ്റർ സീസണിൻ്റെ ഡ്യൂറേഷൻ, സ്പ്രിംഗ് സീസണിൻ്റെ ഡ്യൂറേഷൻ, ഇതനുസരിച്ചാണ്. പിന്നെ അവിടുത്തെ മരങ്ങൾക്ക് ഉള്ള വ്യത്യാസം, പിന്നെ അതുപോലെ അവിടുത്തെ ഓരോ കാടുകളിൽ ജീവിക്കുന്ന അവിടെ തന്നെ ആ സ്പീഷീസ് അവിടെ തന്നെ കാണാൻ ചാൻസ് ഉള്ളൂ. എന്നാൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പീഷീസും അവിടെയുള്ള പ്ലാന്റുകളും ആയിരിക്കും ആ ഫോറസ്റ്റിൽ ഉണ്ടാവുക. ഇനി സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ 2 കമ്പോണൻ്റ് ഉണ്ടാവും, അബയോട്ടിക് കമ്പോണൻറ്റും ബയോട്ടിക് കമ്പോണൻറ്റും. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത, അജൈവമായത്. ബയോട്ടിക് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള പ്ലാന്റുകളാവാം, ആനിമൽസ് ആവാം. കാരണം ഓരോ ഈ ബയോട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നുണ്ടാവില്ല. അത് എല്ലാം അങ്ങോട്ടും, കാരണം ഒന്നിന് താമസം കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിന് ഷെൽട്ടർ കൊടുക്കുന്നത് അബയോട്ടിക് ആയിരിക്കും. ഈ ബയോട്ടിക് ഒരു ജീവിക്ക് അതിന് ഭക്ഷണം കൊടുക്കുന്നത്, അങ്ങനെ എല്ലാത്തിനും. അപ്പം മണ്ണ്, വെള്ളം, ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് അബയോട്ടിക്കിൽ വരുന്നത്. ക്ലൈമറ്റിക് ആൻഡ് എഡാഫിക് കമ്പോണൻസ് ആണ്. അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. നമുക്കതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം. ഇതാണ് എക്കോസിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രക്ചറിനെ നമുക്ക് ഇങ്ങനെ സ്കീമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാം. ഫസ്റ്റ് അബയോട്ടിക് കമ്പോണൻറ്റും ബയോട്ടിക് കമ്പോണൻ്റായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ആ അബയോട്ടിക് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ അജൈവം അല്ലെങ്കിൽ ജീവനില്ലാത്തത്. അതിൽ വരുന്നത് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സും എഡാഫിക് ഫാക്ടേഴ്സും. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിൽ റെയിന്, ലൈറ്റ്, വിൻഡ്, ടെമ്പറേച്ചർ. എഡാഫിക് ഫാക്ടേഴ്സിൽ സോയിൽ, pH, മിനറൽസ് ആൻഡ് ടോപ്പോഗ്രഫി. ഇനി ബയോട്ടിക് കമ്പോണൻസിൽ വരുന്നതാണ് പ്രൊഡ്യൂസേഴ്സ്. എന്നാൽ സ്വന്തമായിട്ട് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്ലാന്റുകളെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് പറയാം. ഇനി ആ പ്രൊഡ്യൂസേഴ്സിന് കഴിക്കുന്ന സസ്യബുക്കുകളെ അല്ലെങ്കിൽ അതിനെ ഫസ്റ്റായിട്ട് കഴിക്കുന്നതിനാണ് കൺസ്യൂമർ എന്ന് പറയാം. അതിന് ഹെട്രോട്രോപ്സ്, അതിന് മിക്ക കേസിലും ഹെട്രോട്രോപ്സ് ആണെന്ന്, സസ്യബുക്കുകളായിരിക്കും. ഇനി ഡീകമ്പോസേഴ്സ്, ഇതിനെ ഒരു ഇത് നശിച്ചു പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഡീകമ്പോസേഴ്സ്, സാപ്രോട്രോപ്സ്. ഈ കൺസ്യൂമേഴ്സിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടേഴ്ഷ്യറി കൺസ്യൂമേഴ്സ് ആൻഡ് ക്വാട്ടർണറി കൺസ്യൂമർ. പ്രൈമറി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് നമ്മളിപ്പോൾ പുൽച്ചാടി. സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറയുമ്പം ആ പുൽച്ചാടിയെ കഴിക്കുന്ന തവള. ടേഴ്ഷ്യറി കൺസ്യൂമറിന് തവളയെ കഴിക്കുന്ന പാമ്പ്, സ്നേക്ക്. ഇനി ക്വാട്ടർണറി കൺസ്യൂമറിൽ ആ സ്നേക്കിനെ കഴിക്കുന്ന, അങ്ങനെ ഓരോ നമ്മൾ മുന്നത്തെ ഇതിൽ പിരമിഡും
ഫുഡ് ചെയിനൊക്കെ പറഞ്ഞപ്പം ഈ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൻഡ് ക്വാർട്ടർണറി കൺസ്യൂമേഴ്സൊക്കെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ വരുന്ന 2 കമ്പോണൻസുകൾ അബയോട്ടിക് കമ്പോണൻറ്റും ബയോട്ടിക് കമ്പോണൻറ്റും. അതിൽ ഫസ്റ്റ് വരുന്നത് അബയോട്ടിക് ആസ്പെക്ട്സ്. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കാരണം മണ്ണ്, മഴ, ലൈറ്റ്, ടെമ്പറേച്ചർ, സോയില്, മിനറൽസ്, ടോപ്പോഗ്രഫി ഇതെല്ലാം വരുന്ന. ഇനി ബയോട്ടിക് കമ്പോണൻസിൽ വരുന്ന നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്. ഇനി കൺസ്യൂമേഴ്സ്, അതുപോലെ കൺസ്യൂമേഴ്സ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. പ്രൈമറി വീണ്ടും അതിൽ പറയുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. സെക്കൻഡറി കൺസ്യൂമർ, ടെർഷ്യറി അതുപോലെ ഡീകമ്പോസേഴ്സിൽ വരുന്നത് ബാക്ടീരിയ, ഫംഗൈ ആൻഡ് ആക്ടിനോമോസൈറ്റ്സ്. അതിൽ ഈ ചെറിയ നമ്മളെ വിഘടനത്തിന് സഹായിക്കുന്ന, കാരണം ഒരു ലാർജ് കോമ്പൗണ്ട് അതിനെ സ്മോൾ കോമ്പൗണ്ട്സ് ആക്കിയിട്ട് വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കുറേ എൻസൈമുകളും ഉൽപ്പാദിപ്പിക്കുന്ന പല ഡീകമ്പോസേഴ്സ് ഉണ്ട്. ഇപ്പോൾ ചത്തതിനെ ഡീകമ്പോസ്, ഇല ഉണങ്ങിയ മരച്ചില്ലകൾ, ഇതിനെല്ലാം ഡീകമ്പോസർ ഇതെല്ലാം അതിൽ വരുന്ന ഇതാണ്. മണ്ണിര ഇതെല്ലാം ഡീകമ്പോസേഴ്സിൽ വരുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. എന്തൊക്കെയാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഫസ്റ്റ് വൺ, ഫോറസ്റ്റ് ഹാസ് വാം ക്ലൈമറ്റ് വിത്ത് ആഡിക്വേറ്റ് റെയിൻഫോൾ. കാരണം വാം ക്ലൈമറ്റ് എന്ന് പറയാൻ കാരണം എപ്പോഴും അതിനകത്തേക്ക് നമ്മളെ സൺറൈസിൻ്റെ ഇത് അകത്തേക്ക് എത്തിക്കഴിഞ്ഞ് കുറേശ്ശെ എത്തും ചെയ്യും, എത്തിയാൽ തിരിച്ച് പോവില്ല. അപ്പോൾ ഒരു ചെറിയൊരു ചൂട് അതിനകത്ത് ഫീൽ ചെയ്യും. കാരണം റേഡിയേറ്റ് ചെയ്ത് പോകുന്ന റേഡിയേഷനെ ഈ മരങ്ങൾ തടഞ്ഞു നിർത്തും. അപ്പോൾ ഒരു ചെറിയതാണ് വാം ക്ലൈമറ്റ് വിത്ത് ആഡിക്വേറ്റ് റെയിൻഫോൾ. നല്ല മഴ കിട്ടും എപ്പോഴും. കാരണം അവിടെ എപ്പോഴും ഒരു നമ്മളെ ഇവിടുത്തെ പോലെയല്ല, സീസണലി അല്ല, എപ്പോഴും മഴ കിട്ടുമെന്ന് പറഞ്ഞാൽ ചേഞ്ച് ആവാറില്ല. മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഫോറസ്റ്റ്. ഫോറസ്റ്റ് ഹാവ് വെൽ ഡിഫൈൻഡ് സീസൺസ് ഓഫ് അബൌട്ട് ഈക്വൽ ലെങ്ത്. കറക്റ്റായിട്ടുള്ള ഈക്വൽ ഡ്യൂറേഷനിലുള്ള മഴ അല്ലെങ്കിൽ ക്ലൈമറ്റ് അവിടെ ഉണ്ടാവും. ഫോറസ്റ്റ് പ്രൊട്ടക്ട് ബയോഡൈവേഴ്സിറ്റി. നമ്മളെ ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റ് ഹാസ് tall and dense trees with many wild animals within the ecosystem. കുറേ വലിയ മരങ്ങളും അതുപോലെ തിങ്ങിയ മരങ്ങളും അതുപോലെ കുറേ വൈൽഡ് ആനിമൽസും അവിടെ മാത്രമാണ്, ഫോറസ്റ്റിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. കാരണം കുറേ എൻഡേഞ്ചർ ചെയ്താണ്, വംശനാശ ഭീഷണി നേരിടുന്ന പല മൃഗങ്ങളും അത് ആനിമൽസിൽ പെട്ടതും അതുപോലെ പല സസ്യങ്ങളും അവിടെ നമ്മുടെ ഫോറസ്റ്റിൽ മാത്രം കാണുന്ന ചില സ്പീഷീസ് ഉണ്ട്. ദ സോയിൽ ഓഫ് ദ ഫോറസ്റ്റ് ഈസ് റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ ആൻഡ് ന്യൂട്രിയൻസ്. സോയിൽ നല്ല ഓർഗാനിക് റിച്ച് ആയിരിക്കും, അതുപോലെ ന്യൂട്രിയൻ റിച്ചും ആയിരിക്കും. ഫോറസ്റ്റ് ഗ്രോ വെരി സ്ലോലി. കാരണം ഒരു ഫോറസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വർഷങ്ങളെടുത്ത്, ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഉണ്ടാവുക. വളരെ സ്ലോലിയാണ് ഫോറസ്റ്റ് ഗ്രോ ചെയ്യുള്ളൂ. ഫോറസ്റ്റ് പ്രൊവൈഡ് വേരിയസ് റിസോഴ്സ് ഫോർ ഹ്യൂമൻ ലൈഫ്. നമുക്കറിയാം, നമുക്ക് ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് അതുപോലെ വ്യാവസായിക അടിസ്ഥാനത്തിലും ഇഷ്ടംപോലെ നമ്മളെ കുറേ റിസോഴ്സ് ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിത് അനാവശ്യമായിട്ട് അതിനെ നശിപ്പിക്കാതിരിക്കുക. ആവശ്യത്തിന് മാത്രം നമുക്ക് വേണമെങ്കിൽ അത്രയും നീഡുള്ള മരുന്ന് ആവശ്യങ്ങൾക്ക് അങ്ങനത്തതിനൊക്കെ മാത്രം ഉപയോഗിച്ച് ബാക്കിയുള്ളതിനെ ഫോറസ്റ്റിന് അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ബാധ്യത. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.